ഹലോ കൂട്ടുകാരെ, അപ്പോൾ ഞാൻ വീണ്ടും വന്നിരിക്കുകയാണ് വലിയൊരു വീഡിയോ ആയിട്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ വീഡിയോ കുറേ നാൾ മുമ്പ് എടുത്ത വീഡിയോ, പക്ഷേ ഞാനത് ഇടാൻ വിട്ടുപോയി. അപ്പോൾ ഞാനിങ്ങനെ ഇപ്പോൾ ഇവിടെ മഴയും ഇങ്ങനത്തെയൊക്കെ കാര്യങ്ങളായതുകൊണ്ട് വെളിയിലൊന്നും പോയി നല്ല വീഡിയോ ഒന്നും എടുക്കാൻ പറ്റുന്നില്ല. അപ്പം ഞാനിങ്ങനെ ആലോചിച്ചു, ഈ നേരത്തെ എടുത്ത കുറേ വീഡിയോസ് ഇങ്ങനെ ഇരിപ്പുണ്ടല്ലോ, അപ്പം കുറേ ഇല്ല, 1-2 അപ്പോൾ എന്നാൽ പിന്നെ അതങ്ങ് ഇടാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് എവിടെയെന്ന് അറിയാമോ? നമ്മുടെ നാച്ചുറൽ ഹിസ്റ്ററി മ്യൂസിയത്തിലാണ്, ലണ്ടനിൽ. ഓക്കെ, അപ്പോൾ ഇവിടെ ഞാൻ പല പ്രാവശ്യം വന്നിട്ടുള്ളതാണ് മുമ്പ്, പക്ഷേ അന്നൊക്കെ നമ്മളങ്ങനെ വീഡിയോ ഒന്നും എടുത്തില്ലല്ലോ. അപ്പോൾ ഞാൻ എന്തായാലും നിങ്ങൾക്ക് വേണ്ടിയിട്ട് വീണ്ടും ഞാൻ അവിടെ പോയി ഒരു വ്ളോഗ് തയ്യാറാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മുടെ നാച്ചുറൽ ഹിസ്റ്ററി മ്യൂസിയത്തിലേക്കുള്ള വഴിയാണിത്. ആ കെട്ടിടം നമുക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവുമല്ലോ എത്ര വലിയൊരു മ്യൂസിയമാണ് ഇതെന്ന്. ലോക പ്രശസ്തമായൊരു വലിയ മ്യൂസിയമാണിത്. അത് തന്നെയല്ല, ലോകത്തിലെ ഏറ്റവും വലിയ മ്യൂസിയങ്ങളിൽ ഒന്നുമാണ് ഇത്, നാച്ചുറൽ ഹിസ്റ്ററി മ്യൂസിയം ലണ്ടനിൽ. ഓക്കെ, അപ്പം മലയാളത്തിൽ നമ്മൾ പറയുകയാണെങ്കിൽ പ്രകൃതി ചരിത്ര മ്യൂസിയം എന്നാണ് മലയാളത്തിൽ ഇതിനെ അറിയപ്പെടുന്നത്. എനിക്ക് ഈ കെട്ടിടം ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അത് ഒരു കൊട്ടാരം പോലെ, ഇങ്ങനെ കൊട്ടാരം പോലത്തെ കെട്ടിടങ്ങളൊക്കെ ഒരുപാട് ഇവിടെ ഉണ്ട്. എന്നാലും ഈ കെട്ടിടം ഒരു ഭയങ്കര ഒരു വ്യത്യസ്തമായൊരു രീതി. അത് നമുക്ക് ശരിക്കും ഇങ്ങനെ ക്യാമറയിൽ കൂടി ഒന്ന് എടുത്ത് കാണിച്ചാൽ അതിൻ്റെ ഒരു ഭംഗിയും വലിപ്പം നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാവത്തില്ല. അതിന് ഒരു പ്രത്യേക ഒരു കളറാണ് ആ കെട്ടിടത്തിന്. അത് നമ്മളവിടെ ചെന്നത് അടുത്ത് കാണുമ്പോഴേ ആ ഒരു ശരിക്കുള്ള അതിൻ്റെ ഒരു ഭംഗി നമുക്ക് മനസ്സിലാകത്തുള്ളൂ. അപ്പോൾ നമ്മൾ നാച്ചുറൽ ഹിസ്റ്ററി മ്യൂസിയത്തിനകത്തേക്ക് കടന്നിരിക്കുകയാണ്. അപ്പോൾ അവിടെ ഒരു ഡൈനോസറിൻ്റെ ഒരു സ്കെൽറ്റൻ അവിടെ വെച്ചിട്ടുണ്ട്. ഒരുപാട് വർഷങ്ങൾ, പതിറ്റാണ്ടുകൾ പഴക്കമുള്ള ഡൈനോസറുകളുടെ അസ്ഥികൂടങ്ങളൊക്കെയാണ് ഇവിടെ നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു ദിവസം കൊണ്ട് കണ്ടു തീരാൻ ഒരു ദിവസം കൊണ്ട് കണ്ടു തീരാൻ പറ്റും. പക്ഷേ നമ്മൾ രാവിലെ അവിടെ പോയി സമയമെടുത്ത് കണ്ട് അതിൻ്റെ ഹിസ്റ്ററിയൊക്കെ വായിച്ചെടുത്ത് വരുവാണെങ്കിൽ നല്ല രസമാണ്. പെട്ടെന്ന് നമ്മളങ്ങനെ പോയിട്ട് വരാനാണെങ്കിൽ നമുക്ക് എല്ലാം ഒന്നും കാണാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മൾ ആ പടുകൂറ്റൻ കെട്ടിടത്തിനകത്തേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കണ്ടില്ലേ, അന്തരീക്ഷം നല്ല വെയിലൊക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ നല്ല രസമുണ്ട്. ഇപ്പോൾ അധികം ആൾക്കാർ ഈ ഭാഗത്തോട്ട് കാണുന്നില്ല. ചില സമയത്തൊക്കെ വരുമ്പോഴത്തേക്കിന് ഈ സീസൺ ടൈമിലൊക്കെ വരുമ്പോഴത്തേനും ഭയങ്കര തിരക്കായിരിക്കും ഇവിടെയൊക്കെ. ടൂറിസ്റ്റുകളാണല്ലോ കൂടുതലും ഇതൊക്കെ കാണാനായിട്ട് ഇവിടെ വരുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ ഇവിടെ വന്നതിന് ശേഷം പല പ്രാവശ്യം ഞാനിവിടെ വന്നു. നല്ല രസമാണ് നമുക്കിവിടെ ചുമ്മാ അതിനകത്തൊക്കെ നടക്കാനും ഇരിക്കാനും. പിന്നെ ഞാൻ നേരത്തെ ഇട്ടിരുന്ന പല വീഡിയോസിലും, അതായത് ഈ മ്യൂസിയത്തിൻ്റെയൊക്കെ വീഡിയോസ് ഞാൻ നേരത്തെ ഇട്ടിരുന്നല്ലോ, നമ്മുടെ വിക്ടോറിയൻ ആൽബർട്ട് മ്യൂസിയമൊക്കെ അതിൻ്റെയൊക്കെ ഇട്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ അടുത്ത് തന്നെയാണ് ഈ മ്യൂസിയം. അപ്പോൾ 2-3 മ്യൂസിയങ്ങൾ അടുത്തടുത്താണുള്ളത്. ഒന്നിത്, പിന്നെ ഇതിനപ്പുറത്തായിട്ട് ഈ പറഞ്ഞ പോലെ വിക്ടോറിയ ആൽബർട്ടിൻ്റെ ഒരു മ്യൂസിയം ഉണ്ട്. പിന്നെ ഇതിന് അടുത്തായിട്ട് തന്നെ ബ്രിട്ടീഷ് മ്യൂസിയം ഉണ്ട്. അപ്പോൾ ഈ ഭാഗത്തേക്ക് നമുക്ക് വന്നാൽ എല്ലാ മ്യൂസിയങ്ങളും കയറി ഇറങ്ങി കാണാനായിട്ട് പറ്റും. അപ്പോൾ ഞാൻ നേരത്തെ ഇട്ട് മ്യൂസിയത്തിൻ്റെയൊക്കെ വീഡിയോസിലെല്ലാം ഞാൻ പറഞ്ഞിരുന്നു, ഈ മ്യൂസിയങ്ങളെല്ലാം നമുക്കിവിടെ ഫ്രീ ആണ്. നമ്മൾ കാശ് കൊടുത്ത് ഇവിടെ ഒന്നും കയറേണ്ട യാതൊരു ആവശ്യമില്ല. ആർക്ക് വേണമെങ്കിലും ഇത് ഓപ്പണാണ്, മനസ്സിലായില്ലേ? ആർക്ക് വേണമെങ്കിലും വരാം, പോകാം. ഓക്കെ, അപ്പോൾ നമ്മളിങ്ങനെ നടന്ന് അതേക്ക് കയറാനായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ കുറേ പിള്ളേർ നിൽക്കുന്നുണ്ടോ, ക്യൂ ആയത് സ്കൂളിൽ നിന്ന് കൊണ്ടുവന്ന പിള്ളേരാണെന്ന് തോന്നുന്നു. അപ്പോൾ ഇതുപോലുള്ള മ്യൂസിയങ്ങളിലെല്ലാം നമ്മൾ ചെല്ലുമ്പോൾ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്ന ഒരു കാഴ്ചയാണ് ഈ കോളേജ് കുട്ടികളും അല്ലെങ്കിൽ സ്കൂൾ കുട്ടികളൊക്കെ അവർ അവരുടെ സ്ഥാപനത്തിൽ നിന്ന് ഇവിടെ കൊണ്ടുവരും. പ്രത്യേകിച്ച് നാച്ചുറൽ ഹിസ്റ്ററി മ്യൂസിയം എന്ന് പറയുമ്പോഴത്തേക്കിനും ഈ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഇവിടെ വന്ന് പഠിക്കാനായിട്ട് പറ്റും. അത് തന്നെയല്ല, നമ്മൾ സ്കൂളിലും അല്ലെങ്കിൽ കോളേജിലും ഒക്കെ നമ്മൾ ബുക്കിൽ പഠിച്ചിരിക്കുന്ന കാര്യങ്ങളൊക്കെ നമുക്ക്
ഇവിടെ വന്ന് നേരിട്ട് കണ്ട് മനസ്സിലാക്കാനായിട്ട് പറ്റും. അതായത് പതിറ്റാണ്ടുകൾക്ക് മുമ്പ് പഴക്കമുണ്ടായിരുന്ന കണ്ടില്ലേ ജീവിച്ചിരുന്ന മൃഗങ്ങളുടെയൊക്കെ അസ്ഥികൂടം. ഇതൊക്കെ ഒറിജിനൽ ആണെന്നുള്ളതാണ് മറ്റൊരു സത്യം. അല്ലാതെ പിന്നെ ചുമ്മാതെ ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാക്കി വെച്ചിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ ഇതെല്ലാം ഒറിജിനലാണ്. ഈ ജിറാഫിൻ്റെ അസ്ഥികൂടം കണ്ടില്ലേ, അത് ഒറിജിനൽ അസ്ഥികൂടം. അത് ഒരുപാട് വർഷങ്ങൾ പഴക്കമുള്ള മൃഗങ്ങളുടെ അന്നുണ്ടായിരുന്ന ഡൈനോസറിൻ്റെയൊക്കെ സമയത്ത് ജീവിച്ചിരുന്ന ജീവികളിലും അപ്പം അതിൻ്റെയൊക്കെ വലിപ്പത്തിൽ ഭയങ്കര വ്യത്യാസമാണല്ലോ. അപ്പോൾ ഈ കാണുന്നത് ഒരു തിമിംഗലത്തിൻ്റെ ഒരു സ്കെൽട്ടൻ. ഇതല്ല, ഇത് നമ്മുടെ ജുറാസിക് പാർക്കിന് ഇത് കാണുമ്പോൾ ഡൈനോസറിൻ്റെ എന്ത് സമയം കണ്ടാലും ജുറാസിക് പാർക്കാണ് മനസ്സിലോട്ട് ഓടി വരുന്നത്. അപ്പോൾ അത് എല്ലാത്തിൻ്റെയും ഡിസ്ക്രിപ്ഷൻ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഇത് ഏത് വർഷത്തിൽ എവിടെ നിന്ന് കണ്ടെടുത്തു, ആര് കണ്ടെടുത്തു, ഇത് അവർക്ക് കിട്ടിയപ്പോൾ അത് എങ്ങനെ ആയിരുന്നു, പിന്നെ അത് അവരെങ്ങനെ ഫിക്സ് ചെയ്ത് ചേർത്ത് എങ്ങനെ റെഡിയാക്കി. അപ്പോൾ ഡൈനോസർ തന്നെ എന്ന് പറയുമ്പോൾ പല ടൈപ്പ് ഡൈനോസറുകളുണ്ടല്ലോ. ഡൈനോസറിൻ്റെ വർഗത്തിൽപ്പെട്ട പല മൃഗങ്ങളുമുണ്ട്. അപ്പം അങ്ങനെയൊക്കെയുള്ള ഓരോ ജീവികളുടെയൊക്കെ അസ്ഥി. അപ്പോൾ ഇത് കണ്ടില്ലേ, ഇതൊക്കെ ഒറിജിനൽ മീനാണത്, ഒറിജിനലായിട്ടുള്ള ആ ഫിഷാണത്. അതവരങ്ങനെ അത് പ്രിസർവ് ചെയ്തിരിക്കുകയാണ് ഒരു ഗ്ലാസ്സിനകത്ത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇവിടെ കാണാൻ പോകുന്ന എല്ലാ സ്കെൽറ്റൻസ് ആണേലും ഇതുപോലെ എല്ലാം അവിടെ വെച്ചിരിക്കുന്നതെല്ലാം ഒറിജിനലായിട്ടുള്ള സംഭവങ്ങളാണ്. ഓക്കെ, അപ്പോൾ നമുക്കിനിയും മുകളിലേക്ക് കയറി പോകാം. നല്ല രസമില്ലേ അതിൻ്റെ ആ ഒരു സ്റ്റെപ്പും അവിടെയൊക്കെ പോയിരുന്ന് കാണാനായിട്ട് എന്ത് രസമാണെന്ന് അറിയാം. ചുമ്മാ നമുക്കിങ്ങനെ അവിടെയൊക്കെ പോയിരിക്കാം. അപ്പോൾ ഇതാണൊരു തിമിംഗലത്തിൻ്റെ സ്കെൽറ്റനാണ്. പക്ഷേ നേരത്തെ ഇത് എപ്പോഴാണ് ഇവരിത് ചേഞ്ച് ആക്കിയെന്ന് അറിയത്തില്ല. പക്ഷേ നേരത്തെ ഞാൻ വന്ന സമയത്ത്, കുറേ വർഷം മുമ്പൊക്കെ ഞാൻ വന്ന സമയത്ത്, അവിടെ ഒരു വലിയൊരു കൂറ്റൻ ഡൈനോസറിൻ്റെ ഒരു സ്കെൽറ്റൻ ആയിരുന്നു അവിടെ. ഇപ്പോൾ കാണിച്ചിരിക്കുന്ന ആ ഒരു തിമിംഗലത്തിൻ്റെ സ്കെൽറ്റിനെ കാട്ടി വലുതായിരുന്നു അത്. പക്ഷെ അതായിരുന്നു സൂപ്പർ. അതവർ മാറ്റി. അപ്പോൾ നമ്മൾ സ്റ്റെപ്പ് കയറി മേളോട്ട് വരുമ്പം ഇവിടെ ഒരാളിങ്ങനെ കസേരയിൽ ഇരിക്കുന്ന നമുക്ക് കാണാൻ പറ്റും. അതാരാന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം. നമ്മുടെ മലയാളത്തിൽ എന്തായാലും പറയുന്നത്, എവല്യൂഷൻ തിയറി എഴുതിയ ആളുണ്ടല്ലോ, ചാൾസ് ഡാർവിൻ. മലയാളത്തിലെന്തോ പരിണാമ സിദ്ധാന്തം. എനിക്ക് ഓർമ്മയുണ്ട്, സ്കൂളിൽ പഠിച്ച് പരിണാമ സിദ്ധാന്തം അത് എഴുതിയ ആളാണല്ലോ ചാൾസ് ഡാർവിൻ. അപ്പം പുള്ളിയുടെ സ്റ്റാച്ചു ആണ് നമ്മൾ ഫസ്റ്റ് അവിടെ മേലോട്ട് കയറി വരുമ്പോൾ കാണാൻ പറ്റുന്നത്. അങ്ങനെ നമ്മൾ വീണ്ടും ഇപ്പോൾ ഈ കാണിച്ചിരിക്കുന്ന സ്കെൽറ്റൻ ഒരു ഒട്ടകപ്പക്ഷിയുടെ ആണ്. അപ്പോൾ അന്നത്തേക്ക് കാലത്ത് ഒട്ടകപ്പക്ഷി എന്ന് പറയുമ്പം ഭയങ്കര ഡൈനോസറുകളുടെയൊക്കെ, ഒട്ടകപ്പക്ഷിയൊക്കെ ഡൈനോസറിൻ്റെ വർഗത്തിൽ പെട്ടതാണ്. അപ്പം അന്നുണ്ടായിരുന്ന ഒട്ടകപ്പക്ഷിയുടെയൊക്കെ സൈസ് ഭയങ്കര വലുതായിരുന്നു. ഇപ്പോൾ ഉള്ളത് അത്രയല്ല, ഭയങ്കര വലുതാണ്. പിന്നെ എനിക്ക് ഇവിടെ വന്നാൽ എനിക്ക് ഏറ്റവും കാണാൻ ഇഷ്ടമുള്ളൊരു സംഭവം എന്ന് പറയുന്നത് ഇപ്പം ഞാൻ നിങ്ങളെ കാണിച്ചതാണ്. അതായത് കുറേ കിളികളുടെ നമുക്ക് കാണാൻ കുറച്ച് കഴിഞ്ഞ് കാണാം. അതിന് മുമ്പായിട്ട് ഈ ഒരു തിമിംഗലത്തിൻ്റെ ഒരു കണ്ടില്ലേ, ഇതൊരു വലിയൊരു തിമിംഗലത്തിൻ്റെ ഒരു അസ്ഥി കൂടാണ് അവിടെ ഇങ്ങനെ വെച്ചിരിക്കുന്നത്. പിന്നെ ഈ കിളികളുടെയൊക്കെ ഇങ്ങനെ അത് കണ്ടാൽ നമുക്ക് തോന്നും ഉണ്ടാക്കി വെച്ചിരിക്കുകയാണെന്ന് തോന്നും. പക്ഷെ ശരിക്കും അല്ല. നമ്മൾ ഈ കടയിലൊക്കെ ചെന്ന് ഓരോന്ന് മേടിക്കുമല്ലോ, കളിപ്പാട്ടങ്ങൾ അല്ലെങ്കിൽ കിളികളെ ഒക്കെ ഉണ്ടാക്കി അതുപോലെ തോന്നിക്കുമെങ്കിലും പക്ഷേ അങ്ങനെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നതല്ല. ഇതെല്ലാം ഒറിജിനൽ സാധനങ്ങളാണ്. അതേപോലെ തന്നെ അതൊരു പ്രിസർവ് എങ്ങനെയൊക്കെയോ ഒരു ചത്തുപോയിട്ട് അല്ലെങ്കിൽ അങ്ങനെ അതിന് ശേഷം അവർ ഇങ്ങനെ പ്രിസർവ് ചെയ്യുന്നതാണ്. അതൊരു മയിലിൻ്റെയൊക്കെ ഇത് എന്ത് രസമുണ്ടെന്നറിയാം. അപ്പം ഈ പിക്കോക്കിൻ്റെ അല്ലെങ്കിൽ ഈ കോഴിയുടെയൊക്കെ വർഗത്തിൽപ്പെട്ട കുറേ സൈസ് കിളികളുണ്ടല്ലോ. അപ്പോൾ അതിൻ്റെയൊക്കെ ഇത് നല്ല രസം, നേരി കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ. അത് എങ്ങനെ അവർ ഇതൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നെന്നുള്ളത് എനിക്കറിയത്തില്ല. കണ്ടില്ലേ, നമ്മുടെ നാട്ടിലെ കോഴിയെ പോലെയൊക്കെ തന്നെയുള്ള. പിന്നെ ആ കിളിയുടെ പേര് ഞാൻ മറന്നുപോയല്ലോ. അത് ഇവിടുത്തെ ഒരു സ്ഥിരം ഒരു കിളിയാണ്. ഇപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത് കേട്ടോ. ഫെസൻ്റ് എന്ന് പറഞ്ഞിട്ടൊരു കിളിയുണ്ട് കേട്ടോ. അത് ഫെസൻറ്റിൻ്റെ വർഗത്തിൽ പെട്ടതാണെന്ന് തോന്നുന്നു ഈ കണ്ടുകൊണ്ടിരിക്കുന്ന കിളികളൊക്കെ. നമ്മൾ ഇംഗ്ലണ്ടിൽ കൺട്രി സൈഡിലൊക്കെ പോയാലേ നമുക്കിങ്ങനെ കാണാൻ പറ്റുന്ന ഒരു കിളിയാണ് ഫെസൻറ്റ്.
പക്ഷെ നമുക്ക് എപ്പോഴും ഒന്നും കാണാനേ പറ്റത്തില്ല. കണ്ടാലും നമ്മുടെ ലക്കെന്ന് വേണമെങ്കിൽ പറയാം. ഇപ്പോൾ ഇവിടെയുള്ള കുറുക്കനെ കണ്ടാൽ അതുകൊണ്ടാണല്ലോ, കുറുക്കനെ കണ്ടാൽ ഒരു ലക്കാണ്. അത് ഈ കോഴി പറഞ്ഞാൽ നല്ല രസമില്ല കാണാൻ. അപ്പോൾ ഫെസൻ്റ് എന്ന് പറഞ്ഞ കിളി നമ്മുടെ മയിലിൻ്റെ വർഗ്ഗത്തിൽപ്പെട്ട ഒരു കിളിയാണ്. നല്ല ഭംഗിയാണ് അതിനെ കാണാൻ. പക്ഷേ ചില ആൾക്കാരൊക്കെ അതിനെ കൊന്നു തിന്നാറൊക്കെ ഉണ്ട്. അതുകൊണ്ടായിരിക്കും അതിൻ്റെ ജനറേഷൻ കുറഞ്ഞു വന്നിരിക്കുന്നത്. അപ്പം ഭയങ്കര റയറായിട്ടുള്ള ബേർഡ്, പക്ഷെ നല്ല ഭംഗി കാണാൻ. കണ്ടാലാണ് നമ്മുടെ ഒരു ലക്കായിരിക്കും. അപ്പം കിളികളുടെ ആ ഭാഗം കഴിഞ്ഞ് നമ്മൾ വീണ്ടും കണ്ടില്ല, ഒരുപാട് യങ്സ്റ്റേഴ്സ് ഒരുപാട് ഇവിടെ വരുന്നുണ്ട്. കോളേജിലൊക്കെ പഠിക്കുന്ന പിള്ളേർ, പിന്നെ റിസർച്ചൊക്കെ നടത്തുന്ന ആൾക്കാരൊക്കെ ഉണ്ടല്ലോ, അങ്ങനെയുള്ളവരൊക്കെ വരും. പിന്നെ പറഞ്ഞുകൊണ്ട് സ്കൂളിൽ നിന്നൊക്കെ പിള്ളേരൊക്കെ കൊണ്ടുവരും. അപ്പോൾ ഇത് നമുക്കിങ്ങനെ ചുമ്മാ ഓടിച്ചിട്ട് വേണമെങ്കിൽ അതിൻ്റെ തറ കണ്ടില്ല, നല്ല ഭംഗിയില്ല കാണാൻ. അതെന്തൊരു അത് അടുത്ത് നോക്കുമ്പോഴും അതിൻ്റെ ഒരു ഭംഗി ശരിക്കും നമുക്ക് മനസ്സിലാവുന്ന ആ ഒരു മൊസൈക്കിൻ്റെ കളറൊക്കെ. ഞാൻ പറഞ്ഞു തന്നെ എന്താണെന്ന് വേണമെന്ന് വെച്ചാൽ നമുക്ക് പെട്ടെന്ന് ഓടിച്ചിട്ട് കണ്ടിട്ട് അങ്ങ് പോകാം. ചിലർക്ക് ചിലപ്പോൾ ഒരു പക്ഷേ ബോറിംഗ് ആയിട്ടൊക്കെ തോന്നിയേക്കാം. പക്ഷെ കണ്ടില്ലേ, പക്ഷെ ഇതിനെപ്പറ്റിയൊക്കെ പഠിക്കുന്നവർക്ക് ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും, ഇതിൻ്റെ ഈ ഡീറ്റെയിൽസൊക്കെ വായിച്ചെടുത്ത്, മനസ്സിലായില്ലേ? അപ്പോൾ ഒരാളുടെ സ്റ്റാച്യു ആണ്, കുറേ ആൾക്കാരുടെ സ്റ്റാച്യൂസൊക്കെ ഇവിടെ. പിന്നെ സ്റ്റാച്യൂസേ ഉള്ളല്ലോ, എവിടെ നോക്കിയാലും ലണ്ടനിൽ അല്ലെങ്കിൽ UK എവിടെ നോക്കിയാലും സ്റ്റാച്യൂസാണ്. ഒരുപാട് സ്റ്റാച്യൂസ് കാണാൻ പറ്റും, പല പ്രശസ്തരായിട്ടുള്ള ശാസ്ത്രജ്ഞന്മാരുടെയും ഒക്കെയുള്ള സ്റ്റാച്യൂസാണ്. അപ്പോൾ കണ്ടിനകം കണ്ടില്ലേ, ഒരു കൊട്ടാരത്തിൻ്റെ ഒരു മാതൃക പോലെ, എന്താ അതിന് പറയുക, വാക്ക് കിട്ടുന്നില്ല, അതേപോലൊക്കെ രീതിയിലൊക്കെയാണ് മ്യൂസിയങ്ങളൊക്കെ. അപ്പം ഞാൻ ആലോചിക്കുന്നത്, ഇത്രയും വലിയ മ്യൂസിയങ്ങളൊക്കെ എന്തുകൊണ്ട് അവരിങ്ങനെ ഫ്രീ ആയിട്ടല്ലേ ഓപ്പണാക്കി ഇരിക്കുന്നു, ടിക്കറ്റൊന്നും എടുക്കാതെ? അപ്പോൾ ഇവർക്ക് എങ്ങനെ ആണ് ഇവർക്ക് ഈ ബെനിഫിറ്റ്, അല്ലെങ്കിൽ എങ്ങനെയാണ് ഇവരുടെ എന്താ പറയുക, അതായത് ഈ മ്യൂസിയത്തിൻ്റെ കാര്യങ്ങളൊക്കെ നടത്തണമെങ്കിൽ അവർക്ക് കാശ് വേണമല്ലോ. അപ്പം ഫ്രീ ആയിട്ട് ആൾക്കാരെ ഇങ്ങനെ ചുമ്പത്തേക്കിന് ഇവർക്ക് എങ്ങനെ അത് അതിനുള്ള ചിലവ് ഗവൺമെൻറ് ഉറപ്പായിട്ടും ഗവൺമെൻറ് കൊടുക്കുന്നതാണ്. ഇതൊക്കെ കണ്ടില്ലേ, കടലിനടിയിൽ നിന്ന് കിട്ടിയ കല്ലുകളൊക്കെയാണ്, വജ്രം പോലൊക്കെ ഇരിക്കുന്ന കല്ലുകളൊക്കെയാണ്, ഭയങ്കര വില കൂടിയ കല്ലുകളൊക്കെയാണ്. കണ്ടില്ലേ, കണ്ടാലിലെ ഡയമണ്ട്സ് ഒക്കെ പോലെ. അപ്പോൾ ഇതൊക്കെ ഇവർക്ക് കടലിനടിയിൽ നിന്നൊക്കെ കിട്ടിയതാണ്. കുറേ വർഷങ്ങൾക്ക് മുമ്പ് അതൊക്കെ ഇങ്ങനെ എല്ലാത്തിനും പേരുകളൊക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ കണ്ടു. പിന്നെ ഒരുപാട് സാധനങ്ങളുണ്ട് കാണാൻ, മനസ്സിലായില്ലേ? ചിലതൊക്കെ അങ്ങ് മണ്ടയ്ക്ക് മേലോട്ടുണ്ട്. ഇതെല്ലാം കടലിനടിയിൽ നിന്നൊക്കെ കിട്ടിയ പല ടൈപ്പിലെ സ്റ്റോൺസൊക്കെയാണ്. ഒരു ഗൊറില്ലയുടെ ഒരു സ്റ്റാച്യു അല്ലെങ്കിൽ ഒരു പ്രതിമയല്ല, അതും ഒരു ശരിക്കുള്ള ഒരു ഗൊറില്ല തന്നെയാണ്. അതിൻ്റെ സ്കിൻ ആൻഡ് ബോഡി അതുപോലെ ഒരു പ്രിസർവ് ചെയ്തിരിക്കുകയാണ്. പിന്നെ ഇതെന്താണെന്ന് നോക്കിക്കാമോ? ഇത് ഡൈനോസറിൻ്റെ വായായിരുന്നു തോന്നുന്നു, അല്ലെങ്കിൽ മുതലയുടെ ഇതായിരിക്കും. ഓക്കെ, ഓരോരോ ശാസ്ത്രജ്ഞന്മാർ. അപ്പോൾ ഫസ്റ്റ് ഡൈനോസറിൻ്റെ പല്ലാണ് കേട്ടോ. ഫസ്റ്റ് ഡൈനോസർ ആദ്യമായിട്ട് അവർ കണ്ടെടുത്ത് ഡൈനോസറിൻ്റെ ഒരു പല്ല്. അതിനുശേഷമായിരിക്കും പിന്നീട് അതിനെപ്പറ്റി കൂടുതലവർ പഠിക്കാനായിട്ട് ഇവിടെയൊക്കെ ചകഞ്ഞപ്പോഴായിരിക്കാം അല്ലേ സ്കെൽറ്റൻസൊക്കെ കിട്ടിയതും ഇങ്ങനെ വലിയൊരു മൃഗം ഉണ്ടായിരുന്നു എന്നൊക്കെ മനസ്സിലാക്കിയതൊക്കെ. ഇപ്പോൾ കാണിച്ചത് കണ്ടായിരുന്നു, 2 കിളികളുടെ ആ ഒരു ശരീരം, അതിൻ്റെ തൊട്ടിപ്പുറത്തൊരു ഡൈനോസറിൻ്റെ ഒരു അസ്ഥി. അപ്പം അത് എന്താണെന്നറിയാമോ, ഏതെല്ലാം കടലിനടിയിൽ നിൽക്കുന്ന സാധനങ്ങൾ. അപ്പോൾ അത്രയും ചെറിയ ഡൈനോസർ വരെ ഉണ്ടായിരുന്നു. അതായത് ഒരു കിളി, സാധാ ഒരു കിളിയുടെ പ്രാവിനെയൊക്കെ പോലെ അത്രയും ചെറിയ സൈസ്. നമ്മൾ ഈ ഡൈനോസറിൻ്റെ സിനിമയിലൊക്കെ നമ്മൾ കാണാറുണ്ടല്ലോ, പല ടൈപ്പ് ഡൈനോസറുകളെ ഇവർ അതിനകത്ത് കാണിക്കാറുണ്ടല്ലോ. പ്രത്യേകിച്ച് ഈ പറഞ്ഞ പോലെ ഈ അടുത്തിടയ്ക്ക് ഇറങ്ങിയ പുതിയൊരു ഡൈനോസറിൻ്റെ സിനിമ ഉണ്ടല്ലോ, ജുറാസിക് വേൾഡ് 3 ആയിരുന്നെന്ന് തോന്നുന്നു. ഞാൻ എൻ്റെ ഫസ്റ്റും സെക്കൻഡും എല്ലാം തിയേറ്ററിൽ പോയി കണ്ടതാണ്. അപ്പോൾ ഈ വർഷം ഇറങ്ങിയ ജുറാസിക് വേൾഡിൻ്റെ എവിടെയാണെന്ന് തോന്നുന്നു, അതും പോയി ഞാൻ കണ്ടു. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു മൃഗമാണ് ഈ ഡൈനോസർ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതിനെ പറ്റിയിട്ട്
എന്താ പറയുക, അതിനെ പറ്റിയിട്ടുള്ള സിനിമകളും അതിനെപ്പറ്റി പഠിക്കാനും കേൾക്കാനും ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ചില സമയത്ത് നമുക്ക് വിശ്വസിക്കാനായിട്ട് ബുദ്ധിമുട്ടുള്ളൊരു ഇതാണ് ഇത്ര വലിയൊരു, അതായത് ജുറാസിക് പാർക്ക് അല്ലെങ്കിൽ ജുറാസിക് വേൾഡ്, ഇത് സിനിമയൊക്കെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര അതിശയം തോന്നും. ഇതെന്താണെന്നറിയാമോ, സെക്കോയ ട്രീയുടെ ഒരു വലിയൊരു ബ്രാഞ്ചല്ല, ആ ഒരു മെയിനായിട്ടുള്ള ആ ഒരു ട്രീ ഒരു കട്ട് ചെയ്തപ്പോൾ ഇത് അമേരിക്കയിൽ നിന്ന് കൊണ്ടുവന്നാണ്. ലോകത്തിലെ ഏറ്റവും വലിയ സെക്കോയ ട്രീ, ലോകം കണ്ടിട്ടുള്ളതിൽ ഏറ്റവും വലിയ സെക്കോയ ട്രീയുടെ തടിയാണ് അവിടെ വെച്ചിരിക്കുന്നത്. അത് ആ മരം ഒരു കട്ട് ചെയ്തപ്പം അവിടെ നിന്ന് അവർ കൊണ്ടുവന്നാണ് അമേരിക്ക. ഒന്ന് ആലോചിച്ച് നോക്കി, അത്രയും വലിയ മരം എന്നൊക്കെ പറയുമ്പോഴത്തേക്കിനും ഞാൻ പറഞ്ഞുകൊണ്ടിരുന്ന കാര്യം എന്തായിരുന്നു ഞാൻ പറഞ്ഞു. സോ കുറേ സ്പേസ് ഉണ്ട് ഇതിനകത്ത് കേട്ടോ. എനിക്കിങ്ങനെ ചുമ്മാതിങ്ങനെ നടക്കാം, അവിടെയൊക്കെ പോയി നിൽക്കാം. ഞാൻ മറന്നുപോയി നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്ന കാര്യം. ഡൈനോസറിൻ്റെ സിനിമയെ പറ്റിയാണല്ലോ നമ്മൾ പറഞ്ഞത്. ജുറാസിക് വേൾഡ് സിനിമ അല്ലെങ്കിൽ ജുറാസിക് പാർക്ക് സിനിമയൊക്കെ കാണുമ്പോഴത്തേക്കിനും അതിനകത്ത് ഡൈനോസറിൻ്റെയൊക്കെ സൈസും മനുഷ്യൻ അതിൻ്റെ അടുത്ത് നിൽക്കുമ്പോഴത്തേക്കിന് നമ്മുടെ സൈസും അതിൻ്റെ സൈസും തമ്മിലുള്ള വ്യത്യാസം കാണുമ്പോഴത്തേക്കും നമുക്കൊരു അതിശയമല്ലേ, ഇത്രയും വലിയൊരു ഒരു മൃഗം ജീവിച്ചിരിപ്പുണ്ടായിരുന്നു, നമുക്ക് വിശ്വസിക്കാൻ മടിയാണ്. അപ്പം കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഇതിനെപ്പറ്റിയൊക്കെ പഠിത്തങ്ങളൊക്കെ നടത്തി ഇത് കണ്ടുപിടിച്ച സമയത്തൊന്നും അധികം ആരും വിശ്വസിക്കത്തില്ലായിരുന്നല്ലോ, ഇതൊക്കെ കള്ളത്തരമാണെന്നൊക്കെ ആയിരുന്നല്ലോ പറഞ്ഞു. ഇപ്പോഴും വിശ്വസിക്കാത്ത ആൾക്കാരൊക്കെ ഉണ്ട്. ഡൈനോസർ എന്ന് പറയുന്ന ഒരു ജീവി, പ്രത്യേകിച്ച് പല റിലീജിയസ് ആയിട്ടുള്ള അല്ലെങ്കിൽ ക്രിസ്ത്യാനികൾ ഇവരൊക്കെ ഇങ്ങനെ പറയാറുണ്ടോ അത്രയും വലിയ ജീവിയൊന്നും ജീവിച്ചിരിക്കുന്നില്ല, ഇതൊക്കെ കള്ളത്തരമാണ്. പക്ഷേ അല്ല, അതൊക്കെ സത്യമാണ്. എല്ലാം ശാസ്ത്രം തെളിയിച്ചത് തന്നെയാണ്, എല്ലാത്തിനും തെളിവുണ്ടല്ലോ. ആ തെളിവ് തന്നെയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കണ്ടില്ലേ, നമ്മൾ സെക്കോയ ട്രീയുടെ അടുത്തേക്ക് എത്തിയിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നു ഒരു 10-30 ആൾക്കാർ ഇങ്ങനെ ചുറ്റും നിന്നാൽ എത്ര വലിപ്പം കാണും, അത്രയും 30 അല്ലായിരിക്കും, ചിലപ്പോൾ അതിൽ കൂടുതൽ കാണും. 50 പേര് ഇങ്ങനെ റൗണ്ട് അടിച്ച് നിന്നാൽ എത്ര ഉണ്ടായിരിക്കും, അത്രയും വലിപ്പമുള്ളൊരു മരം. ഇതുകൊണ്ട് ഒരു മുയലിൻ്റെ ഒരു മുയലിൻ്റെ ഇതൊക്കെ എങ്ങനെ അവർ പ്രിസർവ് ചെയ്യുന്നു എന്നുള്ളതാണ് അതിശയം അല്ലേ. പിന്നെ മാൻ, മൂങ്ങ, നല്ല ഭംഗി. ഇതൊക്കെ കണ്ടാൽ നമുക്ക് വിശ്വസിക്കാൻ പറ്റും, ഇതൊക്കെ ഒറിജിനലാണ്. ഓക്കെ, അപ്പം വിശ്വസിക്കാത്ത ആൾക്കാരുണ്ടല്ലോ ഡൈനോസറിൻ്റെ കാര്യം എന്ന് പറയുമ്പോൾ. ഇങ്ങനത്തെ ജീവിയൊന്നും ജീവിച്ചിരിക്കുന്നത്, പക്ഷേ എല്ലാം തെളിയിച്ചു കഴിഞ്ഞു, ശാസ്ത്രം അതെല്ലാം തെളിയിച്ചു കഴിഞ്ഞാൽ എല്ലാ തെളിവും ഉണ്ട്. ഇപ്പോഴും കൂടുതൽ റിസർച്ചുകൾ ഇതിനെപ്പറ്റിയൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മ്യൂസിയങ്ങളിലൊക്കെ വന്നാൽ നമ്മൾക്ക് മനസ്സിലാവും ഇതൊക്കെ സത്യമാണെന്നുള്ളത്. കാരണം എല്ലാം പ്രൂഫ് എല്ലാം മ്യൂസിയത്തിലാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇത് കാണാൻ നമുക്കൊരു അവസരം കിട്ടുന്നത് ഒരു വലിയ ഭാഗ്യമാണ്. അപ്പോൾ ഇതെന്തായാലും ഒരു ഫ്രീ എൻട്രി കൊടുക്കുന്നത് ഒരു വലിയൊരു കാര്യം തന്നെയാണ്. കാരണം നമുക്ക് ആർക്ക് വേണമെങ്കിലും അവിടെ പോകാം, കാര്യങ്ങളൊക്കെ കണ്ട് മനസ്സിലാക്കാൻ പഠിക്കാം, പ്രത്യേകിച്ച് കൊച്ചു പിള്ളേർക്ക്. അപ്പോൾ ഡൈനോസർ എന്ന് പറയുന്നത് ഇവിടുത്തെ ഒരു മെയിൻ അട്രാക്ഷനാണ് ഈ മ്യൂസിയത്തിൽ. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ആ തിമിംഗലത്തിനെ ഇട്ടിരിക്കുന്ന ആ ഒരു സ്ഥലത്ത് നേരത്തെ കുറേ വർഷങ്ങളല്ല, ഞാനിവിടെ വന്ന സമയത്ത് ആദ്യം പോയി കണ്ടപ്പോഴൊക്കെ ആ ഒരു സ്റ്റാച്ചു എന്നാണ് ഞാൻ എപ്പോഴും പറയുന്നത്. ആ ഒരു സ്കെൽറ്റൻ ആയിരുന്നു. ഇപ്പോൾ കണ്ടില്ലേ, ഇപ്പോൾ ആ ഒരു തിമിംഗലത്തിൻ്റെ ഒരു സ്കെൽറ്റനാണ് വെച്ചിരിക്കുന്നത്. അപ്പം ഞാനത് അവിടെ തിരക്കി. പക്ഷേ മറ്റേതായിരുന്നു കുറച്ചുകൂടെ നല്ലത്. ഭയങ്കര ഒരു കൂറ്റൻ ഡൈനോസറിൻ്റെ ഒരു സ്കെൽറ്റനായിരുന്നു. അപ്പം ഞാൻ ഇപ്രാവശ്യം വന്നപ്പോഴത്തേക്കിന് വീഡിയോ എടുക്കാനായിട്ട് വന്നപ്പോഴത്തേക്കിന് ഞാൻ ഞെട്ടിപ്പോയേ. ഡൈനോസറിൻ്റെ സ്റ്റാച്ചു ഉണ്ട് ഇങ്ങനെ ഇരിക്കുന്നത്. പിന്നാണ് മനസ്സിലായത് ഡൈനോസർ അല്ല, ഇതൊരു തിമിംഗലമാണ്, ഒരു വെയിലാണ്, ബ്ലൂ വെയിൽ, അതിൻ്റെ ഒരു സ്കെൽറ്റനാണിത്. അപ്പോൾ ഇപ്പം ജീവിച്ചിരിക്കുന്നതിൽ വെള്ളത്തിലെ ഏറ്റവും വലിയ ജീവിയാണല്ലോ തിമിംഗലം അല്ലേ. അപ്പം തിമിംഗലം വെള്ളത്തിൽ നിന്ന് കണ്ടെടുത്ത ഏറ്റവും വലിയ തിമിംഗലത്തിൻ്റെ ഒരു സ്കെൽറ്റനാണ് അവരവിടെ വെച്ചിരിക്കുന്നത്. നമുക്കറിയാൻ പറ്റത്തില്ല, ഇതിൽ കൂടുതൽ വലിയ സംഭവങ്ങളൊക്കെ വെള്ളത്തിനടി കാണും. കടലിനടിയിൽ ഇപ്പോഴും കാണും. നമുക്കറിയാത്ത പല രഹസ്യങ്ങളും പല തരത്തിലുള്ള ജീവികളൊക്കെ കടലിലുണ്ട്, ഇപ്പോഴും കണ്ടുപിടിക്കപ്പെടാത്തതൊക്കെ. അപ്പോൾ ഞാനിങ്ങനെ അന്വേഷിച്ചു, അതായത് ആ ഡൈനോസറിൻ്റെ സ്കെൽറ്റൻ എന്തുകൊണ്ട് അവിടുന്ന് മാറ്റി. ഭയങ്കര വലിയ അത് കാണുമ്പോൾ അതായിരുന്നു ഫസ്റ്റ് ടൈം
മ്യൂസിയത്തിൻ്റെ ഒരു ഭയങ്കര ഒരു അട്രാക്ഷൻ എന്ന് പറയുന്നത് അതായിരുന്നു. നമ്മൾ കയറി വരുമ്പോഴത്തേക്കിന് അത് ഈ ഒരു ബ്ലൂ വെയിലിൻ്റെ സ്കെൽറ്റൻ ഉണ്ടല്ലോ, അതിൻ്റെ ഒരു ഡബിൾ സൈസ് ഉണ്ടായിരുന്നു. അത്ര വലിയൊരു ഡൈനോസറായിരുന്നു അവിടെ. ഡൈനോസറിൻ്റെ സ്കെൽറ്റനായിരുന്നു. അത് ഒറിജിനലാണ്, ഇതെല്ലാം ഒറിജിനലാണ്. അത് കാണുമ്പോഴത്തേക്കും നമ്മൾ ഞെട്ടും. ഇതൊക്കെ വലിയ. പിന്നെ ഞാൻ പറഞ്ഞ പോലെ സിനിമയ്ക്കകത്ത് ജുറാസിക് പാർക്ക് അല്ലെങ്കിൽ ജുറാസിക്കിൻ്റെ സിനിമയിലൊക്കെ അല്ല കഴുത്ത് നീണ്ട ഡൈനോസറൊക്കെ ഉണ്ട്, ഭയങ്കര വലുതല്ലേ. അപ്പോൾ നമുക്ക് ഭയങ്കര അതിശയം വരും. ഇത്രയും വലിയൊരു ജീവി ഇല്ലേ ഭൂമിയിൽ ജീവിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നെന്ന് നമുക്ക് ആലോചിക്കാൻ തന്നെ ഒരു ബുദ്ധിമുട്ടാണ്. പിന്നെ എന്തുകൊണ്ട് അതെല്ലാം അവരുടെ ഒരു ജനറേഷൻ അത് പോയല്ലോ. പിന്നെ ഇപ്പോൾ ഉള്ളതിൽ ചില ജീവികളൊക്കെ അതിൻ്റെ വർഗത്തിൽപ്പെട്ടതാണെന്ന് പറയുന്നു. ഓക്കെ, അപ്പം ഞാൻ ചോദിച്ചു ഡൈനോസറിൻ്റെ സ്കെൽറ്റൻ എന്തുകൊണ്ടാണ് മാറ്റിയെന്ന് ഞാൻ ചോദിച്ചപ്പോഴാണ് അവർ പറഞ്ഞത്, അതായത് അത് ഒരുപാട് വർഷം പഴക്കമുള്ളൊരു സ്കെൽറ്റനായിരുന്നു, ഒരുപാട് വർഷം. അപ്പോൾ അതുകൊണ്ട് പതിറ്റാണ്ടുകൾ പഴക്കമുള്ളൊരു ഡൈനോസറിൻ്റെ സ്കെൽറ്റനായിരുന്നു അത്. അപ്പോൾ അതിന് ഇച്ചിരി കേടുപാടുകൾ വരാൻ തുടങ്ങി അതിൻ്റെ അസ്ഥിക്ക്. അങ്ങനെയാണ് അവരത് പിന്നീട് അത് മാറ്റി. ഞാൻ ചോദിച്ചത് മാറ്റി അത് ഡിസ്കാർഡ് ചെയ്തത് അതവർ ഉപയോഗിക്കുന്നില്ല, അതിൻ്റെ എവിടെയെങ്കിലും കൊടുത്തോ എന്ന് ചോദിച്ചത്. അപ്പോൾ അവർ പറഞ്ഞത് അത് നമ്മൾ കളഞ്ഞിട്ട് കളയാൻ പറ്റത്തില്ലല്ലോ, അതൊരു എന്താ പറയുക കളയാനുള്ള സംഭവമില്ല. പക്ഷേ അത് ഈ മ്യൂസിയത്തിൽ തന്നെ ഉണ്ട്, ആൾക്കാർ കാണിക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് കുറച്ച് കേടുപാടുകളൊക്കെ ഉണ്ടായിരുന്നു, അത്രയും വർഷം പഴക്കമുള്ളൂ. അതുകൊണ്ട് അതെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നീട് അവരിനി അതെല്ലാം ഫിക്സ് ചെയ്ത് വെക്കുകയായിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. എന്നാലും ഇപ്പോൾ ഈ മ്യൂസിയത്തിൽ വരുന്നവർക്ക് അത് കാണാനുള്ളൊരു ഭാഗ്യമില്ലാതായിപ്പോയി. എനിക്കത് ആദ്യം നിരാശയാണ് കണ്ടതാണ് തിമിംഗലത്തിൻ്റെ സ്കെൽറ്റൻ കണ്ടപ്പോഴത്തേന്. കാരണം മറ്റേതായിരുന്നു ഏറ്റവും സൂപ്പറായിട്ടുള്ളത്, ഭയങ്കര ഒരു ഡൈനോസറിൻ്റെ സ്കെൽറ്റനായിരുന്നു. അപ്പോൾ ഇപ്പോൾ വരുന്നവർക്കൊന്നും അത് കാണാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ അങ്ങനെ നമ്മൾ ഏകദേശം വേണ്ട കാര്യങ്ങളൊക്കെ കുറേ നമ്മളിങ്ങനെ കണ്ടു. പിന്നെ ഇതിൻ്റെ വേറെ കുറേ ഭാഗങ്ങളൂടെയൊക്കെ ഉണ്ട്, പല കാര്യങ്ങളും ഉണ്ട് എന്നൊക്കെ കാണാൻ. ഞാൻ ഇന്ന് വന്ന സമയത്ത് ചില ഏരിയകളിൽ ക്ലോസ് ചെയ്തിരിക്കുമായിരുന്നു. എന്താണെന്ന് അറിയത്തില്ല, ഇതിലൂടെ എന്തെങ്കിലുമൊക്കെ എക്സിബിഷനോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പരിപാടികൾ നടത്തുന്നുണ്ടായിരിക്കാം എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ മേളിൽ നിന്ന് താഴോട്ട് നോക്കിയിട്ടുണ്ട്. താഴോട്ട് നോക്കിയിട്ട് തന്നെ മനസ്സിലായി എല്ലാം കോളേജ് പിള്ളേരും സ്കൂൾ പിള്ളേരുമാണ് ഇവിടെ വരുന്നത്. അപ്പോൾ പിന്നെ ഈ മ്യൂസിയത്തിൽ കണ്ടില്ല ചാൾസ് ഡാർവിൻ്റെ ഓക്കെ. അപ്പോൾ നമ്മൾ താഴോട്ട് പോവാണ്. കുറേ തത്തകളുടെ അപ്പോൾ 144 വർഷങ്ങൾക്ക് മുമ്പ് പണിത ഒരു മ്യൂസിയമാണിത്. ഓക്കെ, 144 വർഷം പഴക്കമുണ്ട്. അതായത് 1881 ഇത് നാഷണൽ ഹിസ്റ്ററി മ്യൂസിയം ലണ്ടനിലൊക്കെ ഓപ്പണാക്കി. അതിൻ്റെ ബിൽഡിംഗ് വർക്കെല്ലാം കഴിഞ്ഞ് ഓപ്പണാക്കി. അപ്പോൾ 144 വർഷത്തിൽ കൂടുതൽ പഴക്കമുണ്ട് ഈ കെട്ടിടത്തിൽ. ഓക്കെ, പിന്നെ പറയുകയാണെങ്കിൽ ലോകത്തിലെ ഏറ്റവും വലിയ നാച്ചുറൽ ഹിസ്റ്ററി മ്യൂസിയത്തിലെ ഒന്നാണ്, 3 എണ്ണത്തിലെ ഒന്നാണ്. ഓക്കെ, ബാക്കി 2 എണ്ണം എവിടെയാണെന്ന് എനിക്കറിയത്തില്ല. ചിലപ്പോൾ ഒന്ന് അമേരിക്കയിലോ ഒന്ന് വേറെ ജർമ്മനിയിലോ എവിടെയെങ്കിലും ആയിരിക്കാം എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇവിടെ 5 വിഭാഗമായിട്ടാണ് ഈ നാച്ചുറൽ ഹിസ്റ്ററി മ്യൂസിയം അവർ വിഭാഗിച്ചിരിക്കുന്നത്, ഡിവൈഡ് ചെയ്തിരിക്കുന്ന ഒരു 5 കാറ്റഗറൈസ് ചെയ്തിരിക്കുന്ന 5 രീതിയിലാണ്. അത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഒന്ന് സസ്യശാസ്ത്രം. ഓക്കെ, സസ്യശാസ്ത്രം എന്ന് പറഞ്ഞാൽ കറക്റ്റാന്ന് തോന്നുന്നു. സോറി, കുറേ വർഷമായില്ല ഈ വാക്കുകളൊക്കെ ഉപയോഗിച്ചിട്ട്. സസ്യശാസ്ത്രം അതൊന്ന്. ഓക്കെ, പിന്നെ രണ്ടാമത്തെ പ്രാണിശാസ്ത്രം, ധാതുശാസ്ത്രം, ഫോസിലുകൾ, ജന്തുശാസ്ത്രം. ഇങ്ങനെ ഈ രീതിയിൽ 5 രീതിയിലാണ് ഇവരത് കാറ്റഗറൈസ് ചെയ്തിരിക്കുന്നത്. അതിൽ
ഈ പറഞ്ഞിരിക്കുന്ന സംഭവങ്ങളിൽ തന്നെ 8 കോടിയോളം വില മതിക്കുന്ന വസ്തുക്കൾ, അല്ലെങ്കിൽ വില മതിക്കുന്നതല്ല, 8 കോടിയോളം വസ്തുക്കൾ ഓക്കെ ശേഖരിച്ചത് ചാൾസ് ഡാർവിനാണ്. അതായത് മൊത്തത്തിൽ ഈ ഒരു മ്യൂസിയത്തിലുള്ള സാധനങ്ങൾ വെച്ച് നോക്കുമ്പോൾ, എല്ലാ കാറ്റഗറീസിലും കൂടി വെച്ച് നോക്കുമ്പം അതിൽ തന്നെ 8 കോടിയോളം വസ്തുക്കൾ ചാൾസ് ഡാർവിൻ മാത്രമായിട്ട് തന്നെ കളക്ട് ചെയ്ത സാധനങ്ങളാണ്. അപ്പോൾ അതുകൊണ്ടായിരിക്കാം എന്ന് നമുക്ക് മനസ്സിലാവുമല്ലോ ചാൾസ് ഡാർവിൻ്റെ സ്റ്റാച്യു അവിടെ മെയിനായിട്ട് അവർ വെച്ചിരിക്കുന്നത്. അപ്പം പുള്ളിയുടെ ഒരു എന്താ പറയുക കോൺട്രിബ്യൂഷൻ ഈ ഒരു മ്യൂസിയത്തിൽ അദ്ദേഹത്തിൻ്റെ കോൺട്രിബ്യൂഷൻ വലിയൊരു പങ്ക് വഹിക്കുന്നു. ഓക്കെ, അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ 5 കാറ്റഗറീസ് ഞാനൊന്ന് ഇംഗ്ലീഷിൽ പറയാം. ബോട്ടണി, എൻറ്റോമോളജി, മിനറോളജി, പാലിയോntology ആൻഡ് സുവോളജി. ഈ 5 രീതിയിലാണ് ഈ മ്യൂസിയം അവർ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഒരു കാര്യം പറയുകയാണെങ്കിൽ, ഓൾദോ ഇറ്റ് വാസ് കോമൺലി റെഫേർഡ് ടു ആസ് ദ നാച്ചുറൽ ഹിസ്റ്ററി മ്യൂസിയം, ഇറ്റ് വാസ് ഒഫീഷ്യലി നോൺ ആസ് ബ്രിട്ടീഷ് മ്യൂസിയം അൺടിൽ 1992. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ ഇത് ബ്രിട്ടീഷ് മ്യൂസിയത്തിൻ്റെ ഭാഗമായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ബ്രിട്ടീഷ് മ്യൂസിയം ഇതിന് അടുത്ത് തന്നെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിരുന്നു ഇത്. ഓക്കെ, അപ്പം അതുകൊണ്ട് ഇതിനെ നാഷണലി ഇതിനെ ബ്രിട്ടീഷ് മ്യൂസിയം എന്ന് തന്നെയാണ് അറിയപ്പെടുന്നത്. ഒഫീഷ്യലി അങ്ങനെയാണ് അറിയപ്പെടുന്നത്, അല്ലെങ്കിൽ അങ്ങനെയാണ് അറിയപ്പെടുന്നതെന്നല്ല. ഇപ്പോഴാണ് ഇത് നാച്ചുറൽ ഹിസ്റ്ററി മ്യൂസിയം എന്നാക്കി മാറ്റിയത്. ഇതെന്തുവാ, ഒരു ഞണ്ടാണെന്ന് തോന്നുന്നല്ലേ. എന്തെല്ലാം തരം സാധനങ്ങളുണ്ട് നമ്മൾ കണ്ടിട്ടില്ലാത്തതൊക്കെ. പറഞ്ഞുകൊണ്ടിരുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇത് ശരിക്കും പറഞ്ഞാൽ ബ്രിട്ടീഷ് മ്യൂസിയത്തിൻ്റെ ഭാഗമായിരുന്നു നേരത്തെ 1992 വരെ. പിന്നെ അതിനുശേഷം ഇവർ സെപ്പറേറ്റ് ആക്കിയതാണ്. നാച്ചുറൽ ഹിസ്റ്ററി മ്യൂസിയം സെപ്പറേറ്റ് ആക്കി, ബ്രിട്ടീഷ് മ്യൂസിയം സെപ്പറേറ്റ് ആക്കി. അപ്പോൾ ഇപ്പം നാച്ചുറൽ ഹിസ്റ്ററി മ്യൂസിയം എന്നാണ് അറിയപ്പെടുന്നത്. ഇത് കണ്ടില്ലേ, നമുക്ക് ചില സമയത്ത് നമുക്ക് മടുക്കും കേട്ടോ, ഇങ്ങനെ ഇങ്ങനെ ഇത് തന്നെയല്ലേ നമ്മൾ കാണുന്നത്. ഇതാണ് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു സംഭവമാണ് കേട്ടോ. ഇവിടെ ഈ ഡൈനോസറുകൾ ഒറിജിനലായിട്ട് നമുക്ക് തോന്നും കേട്ടോ. പിള്ളേരെ കളിപ്പിക്കാനുള്ള ഒരു സംഭവമാണ്. ശമ്പളത്തിന് പേടിച്ചു വേണ്ടി ശബ്ദം കേൾക്കുന്നത്. പിന്നെ ഇപ്പോൾ കാണുന്നത് എന്തെന്നറിയാമോ, ഇതിനകത്ത് തന്നെ വലിയൊരു റെസ്റ്റോറൻ്റ് ഉണ്ട്. ഇതായത് കണ്ടോ, 2 ഡൈനോസറുകൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു. നമ്മൾ സിനിമയ്ക്കകത്ത് കാണുന്ന പോലെ ഇല്ലേ. പുതിയ സിനിമ ആരെങ്കിലും കണ്ടിരുന്നോ? ജുറാസിക് വേൾഡ് പാർട്ട് 3 കണ്ടിട്ടുണ്ടായിരുന്നു ആരെങ്കിലും? ഞാൻ കണ്ടെന്തായാലും തിയേറ്ററിൽ പോയി ഐമാക്സിൽ കണ്ടു. സൂപ്പറായിരുന്നു. എൻ്റെ ഫസ്റ്റ് സെക്കൻഡ് ഞാൻ കണ്ടു. അതെല്ലാം ഞാൻ ഐമാക്സിലാണ് പോയി കണ്ടത്. ഐമാക്സിൽ ഭയങ്കര വലിയ സ്ക്രീനാണ്, ഏറ്റവും വലിയ സ്ക്രീനാണ്. അപ്പോൾ ഇങ്ങനത്തെയൊക്കെ സിനിമകൾ കാണുമ്പോൾ 3Dയിൽ തന്നെ കാണും. ഞാൻ 3Dയിലാണ് കണ്ടത്. നമ്മൾ കണ്ണാടിയൊക്കെ വെച്ചുകൊണ്ട് കസേര മൂവ് ചെയ്യും. അതായത് ഡൈനോസർ നമ്മളെ അടുത്തോട്ട് വരുമ്പോൾ, അല്ലെങ്കിൽ ഡൈനോസർ നമ്മളെ ഓടിക്കുമ്പോഴോ അങ്ങനെയൊക്കെ സംഭവങ്ങൾ വരുമ്പോൾ നമ്മളെ ചെയറിങ്ങനെ മൂവ് ചെയ്യും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ. എന്നിട്ട് അതിങ്ങനെ വെള്ളം ചീറ്റുമ്പോഴോ അല്ലെങ്കിൽ അപ്പം നമ്മുടെ ദേഹത്തൊക്കെ വെള്ളം വീഴും. അതെല്ലാം അങ്ങനെയാണ്. ഇതിൻ്റെ 3D കാണുമ്പം നമുക്ക് കറക്റ്റ് അപ്പോൾ ഒരു ഒറിജിനൽ അല്ലെങ്കിൽ ഒരു റിയൽ ഫീലിംഗ് നമുക്കുണ്ടാകും. നമ്മൾ ആ ഒരു സ്ഥലത്തിരുന്ന് കാണുന്ന പോലെ നമുക്ക്, അല്ലെങ്കിൽ നമ്മൾ ആ സ്ഥലത്തുണ്ടെന്ന് നമുക്ക് തോന്നിപ്പോവായിരുന്നു. അതേപോലത്തെ ഒരു ഫീലായിരുന്നു നമുക്ക് ആ 3Dയിലൂടെ അത് കണ്ടപ്പോഴത്തേക്കിന്. സൂപ്പറായിരുന്നു. കണ്ടിട്ടില്ലാത്തവരുണ്ടെങ്കിൽ പോയി ഒന്ന് കണ്ടു നോക്കും. പിള്ളേരെ കൊണ്ടൊക്കെ പോയാൽ നല്ല രസമായിരിക്കും, അവർക്ക് ഇഷ്ടപ്പെടും. യെസ്, അപ്പോൾ വീണ്ടും ഇങ്ങനെ കുറേ കിളികൾ, ഇപ്പോഴുള്ള ചില കിളികളൊക്കെ ഉണ്ടല്ലോ, പറയുന്നുണ്ടല്ലോ ഡൈനോസറിൻ്റെ ഒക്കെ വർഗത്തിൽപ്പെട്ട കിളികളൊക്കെ ഉണ്ടല്ലോ. ഒന്നാമത്തെ ഒരു മൂങ്ങയൊക്കെ ഉണ്ട്, വലിയൊരു മൂങ്ങ. പിന്നെ ഇതൊക്കെ ഇപ്പോഴുള്ള സംഭവങ്ങളൊക്കെ തന്നെയല്ലേ. പിന്നെ ചിലതൊക്കെ അവർ ഉണ്ടാക്കി വെച്ചിട്ടുള്ളതുകൊണ്ട് ചുമ്മാ ഒരു ഭംഗിക്കാൻ വേണ്ടി ഇതൊക്കെ അവിടെ എഴുതി വെച്ചിരിക്കുന്നത്. ഇതെല്ലാം ഒറിജിനൽ സാധനങ്ങളൊക്കെയാണ്. കണ്ടില്ലേ, പതിറ്റാണ്ടുകൾക്ക് മുമ്പ് കണ്ടെടുത്ത കടലിനടിയിൽ നിന്ന് കിട്ടിയതും അല്ലെ മണ്ണിനടിയിൽ നിന്ന് കിട്ടിയതും ഒരുപക്ഷെ ഇപ്പോഴും കണ്ടുപിടിക്കാൻ കഴിയാത്ത ടൈപ്പ് മൃഗങ്ങളുടെ ഒക്കെ ഓരോ ഭാഗങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ഉണ്ട് ഇവിടെ.
അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഇതൊരു സിനിമയുടെ ഷൂട്ടിംഗ് ഇവിടെ വെച്ച് നടത്തിയിട്ടുണ്ടായിരുന്നു. ഓർക്കുന്നത് സിനിമയായിരുന്നു. അപ്പോൾ ഇതിനകത്ത് തന്നെ നമുക്ക് കഫേ ഉണ്ട്, റെസ്റ്റോറൻ്റ് ഉണ്ട്, പിന്നെ ഇതുണ്ട്, ഒരു കടയുണ്ട്, വലിയൊരു കടയുണ്ട്. ഈ ഒരു കട തന്നെയല്ല, പല കടകളുണ്ട്. അപ്പം നമുക്കിവിടെ വന്നാൽ പല ടൈപ്പ് ഡൈനോസറുകളുടെയൊക്കെ ടോയ്സൊക്കെ നമുക്ക് മേടിക്കാൻ പറ്റും പിള്ളേർക്ക് വേണ്ടിയിട്ട്. ഇവിടെ അട്രാക്റ്റീവായിട്ടുള്ള സാധനങ്ങളൊക്കെ ഇവിടെ മേടിക്കാൻ പറ്റും. തുണികളും എല്ലാം മ്യൂസിയമായിട്ട് ബന്ധപ്പെട്ട സംഭവങ്ങളൊക്കെയാണ്. രസമാണ്. ഓക്കെ, അപ്പം കണ്ടില്ലേ, പിള്ളേർക്ക് ഭയങ്കര ഇഷ്ടപ്പെടും. പ്രത്യേകിച്ച് ഇപ്പം ഡൈനോസറിനെ നമുക്ക് കാണാൻ പറ്റത്തില്ലല്ലോ. ഒന്നെങ്കിൽ സിനിമയിൽ കാണാം, അല്ലെങ്കിൽ ടി വിയിലൊക്കെ കാണണം. പിന്നെ അല്ലെങ്കിൽ പിന്നെ നമുക്ക് ഇതൊക്കെ വിശ്വസിക്കണമെങ്കിൽ ഇവിടെയൊക്കെ വന്നാൽ കണ്ടാലും ശരി ജീവിക്കാൻ പറ്റും. അപ്പോൾ അതൊക്കെ ജീവിച്ചിട്ട് കൊണ്ടായിരുന്നു, ജോലിയിലായിരുന്നു മനസ്സിലാക്കി ആ ഒരു റിയാലിറ്റിയിലേക്ക് നമ്മളെ എത്തിക്കും മ്യൂസിയങ്ങൾ. അപ്പോൾ ഒരു കഫേയിൽ കുറേ കേക്കുകൾ ഇങ്ങനെ കട്ട് ചെയ്ത് നടത്തി വെച്ചിരിക്കുന്നു. കുറേ ആൾക്കാരിങ്ങനെ. അപ്പോൾ എല്ലാം ഇതിനകത്ത് തന്നെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നെല്ലാം കണ്ടിട്ട് കുറച്ച് അവിടോട്ട് പോയി ഇരുന്ന് ചായ കുടിക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് വീണ്ടും നടത്താൻ ഇങ്ങനെ തുടങ്ങാം. പാമ്പ്, എനിക്കിഷ്ടമില്ലാത്ത സംഭവങ്ങളാണ് ഇങ്ങനെയുള്ളത്. അത് എനിക്ക് കാണുമ്പോൾ തന്നെ അറപ്പല്ല, പേടിയാണ്. ഉടുമ്പ്, പാമ്പ്, പിന്നെ നമ്മുടെ മറ്റേ മുതലച്ചേട്ടൻ. ഈ ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഇതൊക്കെ റിയൽ, അതായത് പാമ്പിൻ്റെയൊക്കെ ഇത് റിയൽ അല്ലെങ്കിൽ ഒറിജിനൽ പാമ്പുകളുടെയൊക്കെ ഇതാണ്. ഇത് കാണുമ്പോൾ ഒരുമാതിരിയല്ലേ പാമ്പെന്ന് കേൾക്കുമ്പോഴത്തേക്കിന് കേരളത്തിൽ പിന്നെ ഇപ്പോൾ മഴയുടെ സമയമൊക്കെ ആകുമ്പോൾ എല്ലായിടത്തും പാമ്പ് ഓരോ വീഡിയോസൊക്കെ കാണുന്നുണ്ട് ആൾക്കാർക്ക്. ഇത് കണ്ടോ, ഇത് ഭയങ്കര ഒരു സംഭവമാണേ. ഇത് നമ്മുടെ നീരാളിയല്ലേ, നീരാളിയല്ല, എന്തിനു മറ്റേ ഒക്ടോപസ്, മറ്റേ അല്ലല്ല നീരാളിയല്ല, സംഭവത്തിന് പേര് വന്നല്ലോ, കണവയോ, അങ്ങനത്തെ ഒരു സംഭവം. ഇതൊക്കെ ഉണ്ട്, റിയൽ സാധനങ്ങളാണ് കടലിൽ നിന്ന് കിട്ടിയത്. ഇത് ഭയങ്കര വലുതാണ്. എൻ്റെ ക്യാമറക്കകത്ത് നമ്മളിങ്ങനെ എടുക്കുമ്പോൾ ചെറിയതായിട്ട് തോന്നും, പക്ഷേ ഇതൊക്കെ വലുതാണ് കേട്ടോ. നേരിൽ കാണുമ്പോൾ നമുക്ക് മനസ്സിലാകത്തുള്ളൂ, എല്ലാം വലുതാണ്. ചിലരൊക്കെ കാണാൻ നല്ല ഭംഗിയില്ലേ. അപ്പോൾ ഇങ്ങനത്തെയൊക്കെ സാധനങ്ങളൊക്കെ കളക്ട് ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ടല്ലോ, കടൽ തീരത്തൊക്കെ പോകുമ്പോൾ നമുക്ക് ഇങ്ങനെ ഓരോന്ന് ഒഴുകിയൊക്കെ വരുന്ന ചില ആൾക്കാർക്ക് ഇതൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് അല്ലേ, കളക്ട് ചെയ്ത് വെക്കുന്നതൊക്കെ. അപ്പോൾ നമ്മുടെ നാട്ടിൽ ഇങ്ങനത്തെയൊക്കെ മ്യൂസിയംസ് ഉണ്ടോ? എനിക്ക് ഓർമ്മയില്ല അങ്ങനെയൊന്നും പോയി കണ്ടതായിട്ട്. റൈറ്റ്, അപ്പോൾ കണ്ടില്ലേ ആ പടുകൂറ്റൻ കെട്ടിടത്തിനകമാണ് ഇങ്ങനെ നടന്ന് നമ്മൾ ഓരോ ഭാഗങ്ങൾ ഇങ്ങനെ കണ്ടു മടുക്കും നമുക്ക്. പിന്നെ കുറേ മീനുകൾ, നല്ല ഭംഗിയുള്ള മറ്റേ സ്രാവ്, പലതരത്തിലെ സ്രാവുകൾ, മറ്റേ നമ്മുടെ തിരണ്ടി, പിരാനെല്ലാം തോന്നുന്നു, മറ്റേ പേര് മറന്നുപോയല്ലോ, ബറക്കൂടാണ്. മേലോട്ട് നോക്കിയാലൊരു വലിയൊരു മുതലില്ല, എൻ്റെ പേരെന്തോ, ഇത് നമ്മുടെ താറാവെന്നാണ് ഇത് മനസ്സിലാക്കുന്നത്. ആമ, ഒരു വലിയ ആമയൊക്കെ ഡൈനോസറിൻ്റെ കാണുന്നു പല പറയുന്നത്. ഓക്കെ, ഞാൻ ക്ഷീണിച്ച് ടയേർഡായിരിക്കും. അപ്പോൾ നമ്മൾ ഏകദേശം എല്ലാം കണ്ടു കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇനിയുണ്ട്, വേറെ ഏതൊക്കെയോ സെക്ഷൻസ് ഉണ്ട് കേട്ടോ. ആദ്യം വന്നപ്പോൾ എനിക്ക് ഓർമ്മയുണ്ട്, വേറെ കുറേ കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടതായിട്ട് എനിക്ക് ഓർമ്മയുണ്ട്. പക്ഷേ അപ്പോൾ അവിടെ ഒന്നും തുറന്നിട്ടില്ല, എന്തെങ്കിലുമൊക്കെ പണി നടക്കുകയൊക്കെ ആയിരിക്കും, അവിടെ ഒന്നും തുറന്നിട്ടില്ലായിരുന്നു. അപ്പം ഇത് കണ്ടോ, ഒരു കുതിരയാണ് കേട്ടോ, ഒരു കുതിരയുടെ സ്കെൽറ്റിന് ഒരു മനുഷ്യൻ സ്കെൽറ്റിനും തമ്മിലുള്ള വലിപ്പ വ്യത്യാസം. പുലി, സിംഹം, എല്ലാ ഒറിജിനൽ മൃഗങ്ങളുടെ സ്കിന്ന് ഇതായിട്ട് റിയലായിട്ട് ഒറിജിനലായിട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. വലിയൊരു കരടി, മറ്റേ സൈബീരിയൻ കരടിയുടെ വലിയൊരു സ്റ്റാച്യു. അത് പക്ഷേ ഭയങ്കര വലുതാണ് കേട്ടോ. നമ്മൾ ഈ ക്യാമറ നോക്കുമ്പോൾ ചെറുതായിട്ട് കാണുന്നത് അടുത്താണ് വലിയൊരു കരടി. അത് അങ്ങനെ നമ്മൾ ഏകദേശം എല്ലാം എക്സ്പ്ലോർ ചെയ്ത് ഡാർവിൻ സെൻറ്റർ, ഡാർവിൻ്റെതായിട്ട് മാത്രമുള്ളൊരു സെക്ഷൻ ഇവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നല്ലോ, 8 കോടിയോളം ഈ കണ്ടിരിക്കുന്ന ശേഖരിച്ചിരിക്കുന്ന സാധനങ്ങൾ ഇതെല്ലാം ഒറിജിനൽ സാധനങ്ങളാണല്ലോ.
അപ്പം ഈ ശേഖരങ്ങളാണ് ഓരോ ശാസ്ത്രജ്ഞന്മാരും കണ്ടെടുത്ത് ഇവരൊക്കെ ഇതിൻ്റെ പിന്നാലെ നടന്നിരുന്ന ആൾക്കാരല്ലേ. അപ്പോൾ അങ്ങനെ അവർക്ക് കിട്ടിയ കളക്ഷൻസ് ആണല്ലോ ഇതെല്ലാം. അപ്പോൾ ഈ കിട്ടിയിരിക്കുന്ന കളക്ഷനിൽ നിന്ന് തന്നെ 8 കോടി ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഈ കിട്ടിയിരിക്കുന്ന കളക്ഷനിൽ നിന്ന് തന്നെ 8 കോടിയോളം അല്ലെങ്കിൽ 8 കോടിയിലധികം സാധനങ്ങൾ ചാൾസ് ഡാർവിൻ്റെ മാത്രം കളക്ഷൻസാണ്. അപ്പോൾ അതുകൊണ്ടാണ് അയാളുടേതായിട്ടുള്ള മാത്രമൊരു സെക്ഷൻ ഉണ്ട്. ഇപ്പോൾ നമ്മൾ കാണുന്നത് എന്താണെന്നറിയാമോ? ഇതിൻ്റെ പുറവശമാണ് മ്യൂസിയത്തിൻ്റെ വെളിയിൽ പുറവശത്തായിട്ടൊരു വലിയ ഗാർഡനൊക്കെ ഉണ്ട്. അവിടെ നമുക്ക് വേണമെങ്കിൽ പോയിരിക്കാം. അപ്പോൾ അതുകൊണ്ട് ചാൾസ് ഡാർവിൻ്റേതായിട്ട് മാത്രമുള്ള ഏരിയ സെപ്പറേറ്റ് ആയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ മാത്രം കളക്ഷൻസ് സെപ്പറേറ്റ് ആയിട്ട് വെച്ചിട്ടുള്ള. പിന്നെ അയാളുടെ ആ ഒരു റിസർച്ചും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ഈ ഒരു സെക്ഷനിൽ വന്നാൽ ഇവിടെ ഫുള്ള് ഡൈനോസർ ആണ്. പിന്നെ നമുക്കിങ്ങനെ സ്ക്രീനിൽ കൂടി ഇങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ കാണാൻ പറ്റും. ഇതാ കണ്ടില്ലേ? പിന്നീട് ഇങ്ങനെ നമ്മൾ ഇരുട്ട് ഭാഗത്തൂടെ ഈ കൊച്ചു പിള്ളേരെ കൊണ്ടുവന്ന് അവർക്ക് ഭയങ്കര രസമായിരിക്കും. അവർക്ക് ഈ ഡൈനോസറൊക്കെ കാണുമ്പോഴത്തേക്ക് സ്കെൽറ്റൻസ് കാണുമ്പോൾ അവർക്ക് ഭയങ്കര ഡൈനോസർ ഒരു ഭയങ്കര സംഭവം തന്നെയാണ്. എനിക്ക് ഇപ്രാവശ്യം ഞാൻ ഇത് കണ്ടോ, ഇതിങ്ങനെ ശബ്ദം ഉണ്ടാക്കും കേട്ടോ, നമ്മൾ പേടിക്കും. അടുത്തോട്ട് ചെല്ലുമ്പോഴത്തേക്കിനെ ഇത് വേറൊരു ടൈപ്പ് ഡൈനോസർ അല്ലേ. ഇതിൻ്റെ ഫ്രണ്ടിലത്തെ കൈ ഞാൻ പറയാൻ വന്നത് നമ്മൾ ജുറാസിക് വേൾഡ് സിനിമയുടെ കാര്യമാണ്. ഇപ്രാവശ്യത്തെ അതിൻ്റെ ഇപ്പോൾ ഈ അടുത്തിടയ്ക്ക് ഇറങ്ങിയ ആ പാട്ടുണ്ടല്ലോ, അത് സൂപ്പറായിട്ട് അടിപൊളിയായിട്ടുണ്ട്. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. എനിക്ക് ശരിക്കും പറഞ്ഞാൽ അത് പ്രത്യേകിച്ച് ആ 3Dയിൽ കണ്ടപ്പോഴത്തേക്കിന് നമ്മൾ ആ ചെയറിലിരുന്നുകൊണ്ട് ഈ ചെയർ നമ്മളെ പൊക്കിയെടുത്ത് അലക്കി അതുപോലത്തെ സെറ്റിങ്സാണ് ചെയറിൽ അവർ ചെയ്ത് വെച്ചിരിക്കുന്നത്. ആ സിനിമയുടെ അനുസരിച്ച് നമ്മൾ ഡൈനോസർ നമ്മളിട്ട് അതിനകത്ത് ആൾക്കാരായിട്ട് ഓടിക്കുമ്പോൾ നമ്മൾ ഓടുന്ന ആ ഫീൽ നമുക്ക് വരും ആ ചെയറിലിരിക്കുമ്പോൾ. അപ്പോൾ നമ്മൾ ചെയർ ശരിക്കും മൂവ് ചെയ്യും. എന്നിട്ട് ഡൈനോസർ ഇപ്പം ആരെങ്കിലും കടിക്കുകയോ അടിക്കുകയോ അല്ലെങ്കിൽ അങ്ങനെ അറ്റാക്ക് ചെയ്യുന്ന ആ ഒരു ടൈം അതൊക്കെ നമ്മളെ പിടിച്ച് കുലുക്കും. അതെനിക്കൊരു ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു. കണ്ടില്ലേ ഒരു ഡൈനോസറിൻ്റെ കുറേ മുട്ടകൾ അവരങ്ങനെ എടുത്ത് വെച്ചിരിക്കുന്നു. ഒരുപാട് തരത്തിലുള്ള ഡൈനോസറുകളുണ്ട്. പിന്നെ അതിൻ്റെ പല്ലുകളൊക്കെയാണ് കണ്ടില്ലേ, ആനക്കൊമ്പിന് അത്രയും വലിപ്പമുള്ള പല്ല്, അതിനെക്കാട്ടി വലുതായിരിക്കും. അങ്ങനെ ഒരു 3D ഫീലിംഗ് ആണ്. സൂപ്പറായിരുന്നു കേട്ടോ, നല്ല രസമുണ്ടായിരുന്നു. വെള്ളമൊക്കെ അവർ വെള്ളത്തിൽ കൂടെ ഒക്കെ ഓടുമ്പോഴത്തേക്കിനും ആ വെള്ളമെല്ലാം നമ്മുടെ ദേഹത്ത് തെറിച്ച് വരും. ശരിക്കും പറഞ്ഞത് റിയൽ നമ്മൾ ആ ഒരു സ്ഥലത്താണെന്ന് കണ്ണാടി വെച്ചിട്ടല്ലേ നമ്മൾ കാണുന്നത്. അപ്പോൾ ആ ഒരു പ്രത്യേകിച്ച് ഈ കസേരയുടെ ചെയറിൻ്റെ മൂവ്മെൻറ്റ്സ് എല്ലാം കൂടെ വരുമ്പോഴത്തേക്കിനും നമുക്ക് ആ ഒരു ഒറിജിനൽ ഫീൽ വരിക. നമ്മൾ ആ സിനിമ അല്ല, നമ്മളവിടെ ശരിക്കും ആ ഒരു സ്ഥലത്തുണ്ടെന്നൊരു ഫീൽ വരുമായിരുന്നു. അപ്പോൾ അങ്ങനെ വന്നപ്പോഴത്തേക്കിന് എനിക്കാണെങ്കിൽ ശരിക്കും ഞാൻ ഡൈനോസറിനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്, ഞാൻ അവിടെ ജീവിക്കുന്ന എന്നൊരു തോന്നൽ എനിക്ക് വന്നു കേട്ടോ. പക്ഷേ ആ സിനിമ കണ്ട് ഇറങ്ങിയപ്പോഴത്തേക്കിനും എനിക്ക് ഭയങ്കര നിരാശയായി. സിനിമ കഴിഞ്ഞ് വെളിയിലോട്ട് ഇറങ്ങിയപ്പോഴത്തേക്കും, അതായത് ആ സിനിമ നമ്മൾ കയറുമ്പോൾ തിയേറ്ററിനകത്ത് ഫുൾ ആ ഒരു ഫീലല്ലേ നമുക്ക് തരുന്നത്. ലൈറ്റൊക്കെ ഓഫ് ചെയ്തിട്ട് പിന്നെ ആ ഒരു സൗണ്ട് സിസ്റ്റം, പിന്നെ ആ ഒരു മൊത്തത്തിൽ ആ ഒരു ഫീലുണ്ടല്ലോ, നമ്മൾ ശരിക്കും ഇത് റിയലാണെന്ന് തോന്നിപ്പോകും. അപ്പം വെളിയിലോട്ട് ഇറങ്ങുമ്പോഴത്തേക്കും നമുക്ക് ഭയങ്കര നിരാശ. വെളി വരുമ്പോഴത്തേനും ലൈറ്റ്, നമ്മളിപ്പോൾ കാട്ടിലല്ലായിരുന്നു ഇത്ര സമയം. ആ ഒരു ഫീൽ എനിക്ക് വന്നു. ശരിക്കും പറഞ്ഞു, ഞാനത് അന്നേരം പറയുകയും ചെയ്തു. അതായത് എനിക്ക് സങ്കടം വന്നു, ഡൈനോസർ പോയോ, തീർന്നോ. അപ്പോൾ എനിക്ക് തോന്നിപ്പോയി, ഞാൻ ആ ഒരു ടൈമിൽ ജീവിക്കാൻ എനിക്കൊരു ഇൻട്രസ്റ്റ് തോന്നി. ശരിക്കും പറഞ്ഞാൽ ഡൈനോസറുകൾ ജീവിച്ചിരുന്ന സമയത്ത് ജീവിക്കണമായിരുന്നു. എനിക്ക് അങ്ങനെ ഒരു ഇൻട്രസ്റ്റ് തോന്നിയായിരുന്നു. നല്ല രസമല്ലേ കാണാനൊക്കെ, ഭയങ്കര വലിയ. അപ്പോൾ പിന്നെ ഞാൻ പറയാൻ വന്നൊരു കാര്യം വെച്ചാൽ കണ്ടില്ലേ, കൊമ്പുള്ള ടൈപ്പ് ഡൈനോസർ. ചിലതൊക്കെ ഇല്ലേ, ഇവർ മണ്ണിൽ നിന്ന് അല്ലെങ്കിൽ മണ്ണിനടിയിൽ നിന്ന് കിട്ടിയ ചില അസ്ഥികൂടങ്ങളില്ലേ, അവർ ആ മണ്ണോടുകൂടി
കൊണ്ടുവച്ചിട്ടുണ്ട്. അതാണ് ഒന്ന് നമ്മളിപ്പോൾ കണ്ടത്. അതായത് ഒരുപക്ഷെ ആ മണ്ണിൽ നിന്ന് അവർ മാറ്റിയാൽ അതൊരുപക്ഷെ മൊത്തം പൊടിഞ്ഞൊടിഞ്ഞ് പോവായിരിക്കും. അതുകൊണ്ടായിരിക്കാം അത് അങ്ങനെ തന്നെ അവർ കൊണ്ടുവന്നു. കപ്പൽ മാർഗത്തിലാണല്ലോ ഇതെല്ലാം കൊണ്ടുവരുന്നത്. തന്നെയല്ല, പിന്നൊരു കാര്യം പറഞ്ഞാൽ ഈ ഡൈനോസറിനെയൊക്കെ ആദ്യം കണ്ടുപിടിച്ചത് ആരാ? ഇവിടെ തന്നെ ആണല്ലോ. ആദ്യത്തെ ഡൈനോസറിൻ്റെ സ്കെൽറ്റൻ അല്ലെങ്കിൽ അതിൻ്റെ അവശിഷ്ടങ്ങൾ കണ്ടെടുത്തത് ഇംഗ്ലണ്ടിലാണ് ആദ്യമായിട്ട്. അന്നാണ് പുറം ലോകം അറിയുന്നത്. അതായത് 1824 ആ വർഷത്തിലെങ്ങാണ്ട് ഒരു ഇംഗ്ലീഷ് സയൻറ്റിസ്റ്റ് ആണ്, നാച്ചുറലിസ്റ്റ് വില്യം ബക്ക്ലാൻഡ് എന്ന് പറയുന്ന അങ്ങേരാണ് ഇത് ഫസ്റ്റ് കണ്ടെടുത്തത്. അത് ആദ്യം ഒരു ജോബോൺ ആണത്, അതിൻ്റെ ആ വായുടെ ഭാഗം, പിന്നെ കുറേ കാലും കൈയുടെയൊക്കെ അസ്ഥികൾ. അങ്ങനെയാണ് പുറം ലോകം അറിയുന്നത് ഇത്രയും വലിയൊരു ജീവി ഉണ്ടായിരുന്നു എന്നുള്ളത്. നമ്മൾ അതിൽ കൂടിയാണ് പിന്നീട് അറിയാൻ തുടങ്ങിയത്. പിന്നെ ഇതിനെപ്പറ്റി കുറേ റിസർച്ചായിട്ട് സയൻറ്റിസ്റ്റുമാരിൻ്റെ പുറകെ പോയി പല രാജ്യങ്ങളിൽ നിന്നും അതിൻ്റെ അസ്ഥികൾ എടുത്തു. പക്ഷേ ആദ്യമായിട്ട് ഡൈനോസറിൻ്റെ ആദ്യത്തെ ഇത് കണ്ടുപിടിച്ചത്, അസ്ഥികൂടം കണ്ടെടുത്തത് ഇംഗ്ലണ്ടിലാണ്. അത് അറിഞ്ഞിട്ടില്ലാത്തവരുണ്ടെങ്കിൽ അറിഞ്ഞോളുക. അതായത് സ്റ്റോൺസ് ഫീൽഡ് അല്ല, ഓക്സ്ഫോർഡ്ഷയർ എന്ന് പറയുന്ന സ്ഥലത്താണ്, ഇംഗ്ലണ്ട്. അവിടെയാണ് ഇത് ആദ്യമായിട്ട് കണ്ടെടുത്തത്. അതിന് പേരും അവരിട്ടായിരുന്നു. ആ ഒരു ഡൈനോസറിനെ കണ്ടെടുത്തത് മെഗലോസറസ് എന്നാണ് അതിന് പേരവർ അന്ന് ആ പുള്ളിയിട്ടത്. വില്യം ബക്ക്ലാൻഡ് പുള്ളിയാണ് അതിന് പേരിട്ടത്. ഓക്കെ, അപ്പോൾ നമ്മൾ ആനയുടെ ഏരിയയിലേക്ക് വന്നിരിക്കുകയാണ്. അപ്പം ഇപ്പം കരയിൽ ജീവിച്ചിരിക്കുന്ന ഏറ്റവും വലിയ വലിപ്പമുള്ള ജീവിയാണല്ലോ ആന. ഇപ്പം ആന കഴിഞ്ഞിട്ടുള്ളൂ ബാക്കി എല്ലാവരും. അപ്പോൾ ഇനി നമുക്കറിയത്തില്ല, ഇനിയും കുറേ വർഷം കൂടെ ഉണ്ടെങ്കിൽ, ഈ ഭൂമി ഉണ്ടെങ്കിൽ ചിലപ്പോൾ ആനയും ഒരു ഓർമ്മയായി മാറുമോ എന്ന് എനിക്കറിയില്ല. അത്രയും ദൂരം ഇനിയും പോകാൻ വഴിയില്ല. ഓക്കെ, അപ്പോൾ ഇതൊരു വലിയ ആഫ്രിക്കൻ ആനയുടെ ഒരു സ്റ്റാച്ചു ഒക്കെ ഉണ്ട് കേട്ടോ. ഭയങ്കര ഒരു ഡൈനോസറല്ല, തിമിംഗലം എന്ന് പറയുമ്പോൾ കുറേ ആനകളുടെ ഒരു 10-30 ആന ഒന്നിച്ച് നിന്നാൽ എങ്ങനെ ഉണ്ടായിരിക്കും ആ ഒരു വലിപ്പമാണല്ലോ ഒരു തിമിംഗലത്തിനുള്ളത്. അപ്പം അതിനെക്കാട്ടിലൊക്കെ വലിപ്പമുള്ള ഡൈനോസറുകളുണ്ടായിരുന്നു. അപ്പോൾ പക്ഷെ ഇപ്പം ജീവിച്ചിരിക്കുന്നതിൽ ആനയെ വില്ലാനായിട്ട് വേറെ ഒരു മൃഗങ്ങളും ഇപ്പോൾ ഇല്ല, ആനയാണായിട്ട് വരും. അപ്പോൾ ഇത്രയും വലിയൊരു മൃഗത്തെയൊക്കെ മെരുക്കി നടക്കുന്ന ഒരു അല്ലേ നടത്തിക്കൊണ്ട് പോകുന്ന ഒരു നാടാണല്ലോ കേട്ടോ. യെസ്, തിമിംഗലത്തിൻ്റെ സൈസും പിന്നെ ഒരു ഡൈനോസർ അല്ലെങ്കിൽ ഇതല്ല ഡൈനോസർ, മീനിൻ്റെ ഒരു സെക്ഷൻ. ഇത് നല്ല രസമാണ് കാണാൻ കേട്ടോ. അപ്പോൾ ഈ കടലിനടിയിലുള്ള കുറേ ഡൈനോസറിൻ്റെ വർഗത്തിൽപ്പെടുന്ന കുറേ സംഭവങ്ങളും അതിൻ്റെ ഒരു ഏരിയ ആണിത്. അതായത് ഇത് കണ്ടാൽ ചിലതൊക്കെ മീനായിട്ട് തോന്നും, പക്ഷേ ഇത് ഡൈനോസറിൻ്റെ ഒരു ലുക്കും അതിനുണ്ട്. അപ്പോൾ ഒരു മീനും ഡൈനോസറും എല്ലാം കൂടെ ചേർന്നിട്ടുള്ള ഡൈനോസർ വർഗത്തിൽപ്പെടുന്ന കടലിനടിയിലെ കുറേ മീനുകൾ. അതിൽ വലിയൊരു നീലത്തിമിംഗലത്തിൻ്റെ ഒരു സൈസ് ഇതവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പം അതിൻ്റെ കുറേ അല്ലാത്ത കുറേ ഡൈനോസർ വർഗത്തിൽപ്പെട്ട കുറേ മീനുകളുടെ അസ്ഥികൂടങ്ങൾ. അത് വെച്ച് നോക്കുമ്പോൾ സൈസ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ബ്ലൂ വെയിൽസ് ആണല്ലോ ഏറ്റവും കൂടുതൽ. അത് നല്ല രസമാണ് ആ ഏരിയ കാണാനായിട്ട് കിട്ടും. അപ്പോൾ ഇതൊക്കെ എങ്ങനെ ഇതിവിടെ ഇല്ലേ ഒഴിഞ്ഞു പോവാതെ സൂക്ഷിച്ചവർ ഏതെല്ലാം രാജ്യത്തു നിന്നായിരിക്കും ഇതൊക്കെ കണ്ടെടുത്തത്. ഇത് സൂക്ഷിച്ചിവിടെ കൊണ്ടുവരുന്ന തന്നെ വലിയൊരു. ഇപ്പോൾ ആദ്യത്തെ ഡൈനോസറിൻ്റെ അസ്ഥി കണ്ടെടുത്ത ഒരു നാടെന്ന് പറയുമ്പോഴത്തേക്കും ഇവിടെ അതിനെ പറ്റിയിട്ടുള്ള ഒരു മ്യൂസിയം അല്ലെങ്കിൽ ഡൈനോസറെ പറ്റിയിട്ടുള്ള കൂടുതൽ ഡീറ്റെയിൽസ് അല്ലെങ്കിൽ കുറേ ഡിസ്കവറീസ് ലോകത്തിന് കുറേ സമ്മാനിച്ചിട്ടുണ്ടല്ലോ സയൻറ്റിസ്റ്റ്. അതൊക്കെ ഇവിടെ വെച്ചില്ലെങ്കിൽ പിന്നെ എവിടെ വയ്ക്കാം. അപ്പോൾ അതുകൊണ്ട് ഈ നാച്ചുറൽ ഹിസ്റ്ററി, ലണ്ടനിലെ നാച്ചുറൽ ഹിസ്റ്ററി മ്യൂസിയത്തിൽ വന്നാൽ നമുക്കിതെല്ലാം കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമ്മുടെ വീഡിയോ ഞാൻ നിർത്താൻ പോവാണ്. കണ്ടില്ലേ, ഒരു ആനയുടെ ഒരു തിമിംഗലത്തിന് വലിപ്പ വ്യത്യാസം
അപ്പം നമ്മൾ അതിൻ്റെ അടുത്ത് നിന്ന് നമ്മളൊന്നുമല്ല. ഇപ്പം ഒന്ന് ആലോചിച്ച് നോക്കിയ മനുഷ്യനെക്കാട്ടി 10 മടങ്ങ് വലിപ്പം ഉള്ള ജീവജാലങ്ങൾ അല്ലേ? പക്ഷേ ഇതിനെയെല്ലാം നമ്മൾ നിയന്ത്രിക്കുന്നുണ്ട് മനുഷ്യർ. അപ്പോൾ മനുഷ്യർ നിസ്സാരക്കാരല്ലല്ലോ. ദൈവം ഇതെല്ലാം നിർമ്മിച്ചില്ല, എല്ലാത്തിനെയും സൃഷ്ടിച്ചതിന് ശേഷം മനുഷ്യനെ ഏൽപ്പിച്ചു കൊടുത്തല്ലേ എല്ലാത്തിനെയും നോക്കാനും. അതിൻ്റെ ഉത്തരവാദിത്വം മുഴുവൻ മനുഷ്യനെ ദൈവം ഏൽപ്പിച്ചല്ലേ. ഈ ആദ്യം പറഞ്ഞപ്പോഴാണ് ഓർത്തത് കേട്ടോ, ഈ ഡൈനോസർ എന്ന് പറഞ്ഞ ജീവിച്ചിരിപ്പുണ്ടായിരുന്നു എന്ന് വിശ്വസിക്കാത്ത പല ആൾക്കാരുണ്ടല്ലോ. അതായത് ചില ക്രിസ്ത്യാനികളൊക്കെ ഉണ്ട്. പക്ഷെ ശരിക്കും പറഞ്ഞാൽ ഇത് ബൈബിളിൽ തന്നെ ഇങ്ങനൊരു ജീവിയെ പറ്റി പറഞ്ഞിട്ടുണ്ട്. അത് കറക്റ്റായിട്ട് ഡൈനോസറിന് പേര് പറഞ്ഞിട്ടില്ല, പക്ഷെ അതിൽ ഡിസ്ക്രിപ്ഷൻ വായിച്ചാൽ അത് ഡൈനോസറാണെന്ന് നമുക്ക് മനസ്സിലാവും. അപ്പോൾ ബൈബിളിൽ നിന്ന് വരെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഡൈനോസർ എന്ന് പറഞ്ഞൊരു ജീവി ഉണ്ടായിരുന്നു എന്നുള്ളത്. അപ്പോൾ അങ്ങനെ നമ്മുടെ നാച്ചുറൽ ഹിസ്റ്ററി മ്യൂസിയത്തിൻ്റെ അവസാന ഘട്ടത്തിൽ കടന്നു വന്നെത്തിയിരിക്കുകയാണ്. മ്യൂസിയം അടയ്ക്കാൻ സമയമായി. ഒരു 5 മണി വരെ എങ്ങാണ്ടേ ഉള്ളൂ. അത് കഴിഞ്ഞാൽ അവരടയ്ക്കും. അപ്പോഴത്തേക്കിന് നമ്മൾ വെളിയിൽ വന്ന് ഇറങ്ങിയിരിക്കുകയാണ്. അപ്പോൾ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് പെട്ടെന്ന് വരാം. ബൈ.